ഈ അരുവിയിൽ ഇവന്റെ പ്രതിബിംബം കാണിക്കണം. ഡേയ്, ചൂണ്ട എവിടെ? അതൊക്കെ കാണിക്കാം. നീ ആദ്യം ഈ അരുവിയിലേക്ക് നോക്ക്, നിന്റെ പ്രതിബിംബം കാണാം. അയ്യേ, ഇതാരാടെ നിന്റെ കൂടെ ഒരു കോണാപ്പൻ? അതാണടേ നീ. ഇതോ? അയ്യയ്യയ്യയ്യയ്യേ, ഞാനല്ല. നീ ശരിക്ക് നോക്ക്. ശരിയാണല്ലോ. അയ്യയ്യോ, ഇതായിരുന്നോ ശരിക്കും ഞാൻ? ഓഹോ, അപ്പോ ഇതുവരെ നിന്റെ സ്വന്തം മുഖം കാണാതെയാണോ നീ ഇത്രയും അഹങ്കരിച്ചത്? അതെ, എന്നെ ആ ചുടായിപ്പൻ പറ്റിച്ചതാ. ഹലോ മിസ്റ്റർ പ്ലുങ്ങൻ, എന്താ പരിപാടി? എങ്ങനെയുണ്ട് എന്റെ പുതിയ ലുക്ക്? കൊള്ളാമോ? ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നല്ലേ? നീയാണ് എന്റെ 6 മുള കണ്ണാടി. ഓഹോ, ഈ ബുദ്ധൂസിനിട്ട് പണി കൊടുക്കാൻ പറ്റിയ അവസരം. പറ, എങ്ങനെയുണ്ട്? ഓ, എനിക്ക് കണ്ടിട്ട് അസൂയ തോന്നുന്നു. മമ്മൂട്ടി തോറ്റുപോകുന്ന ലുക്ക്. ഞാൻ അത്രയ്ക്ക് സുന്ദരനാണോ? പിന്നല്ലാതെ, ഒടുക്കത്തെ ലുക്ക്. ആണോ? എന്തുകൊണ്ടത് നേരത്തെ പറഞ്ഞില്ല? പൊട്ടൻ. എന്നാലേ ഇന്നു മുതൽ ഞാൻ തന്നെ ഈ കാട്ടിലെ ജൂനിയർ മമ്മൂട്ടി. അതെ. അതിനുശേഷം ചുടായിപ്പൻ എന്നെ കാണുമ്പോ പുകഴ്ത്തി തികഞ്ഞൊരഹങ്കാരിയാക്കി മാറ്റി. അപ്പോഴും അവൻ മാറി നിന്ന് എന്നെ പരിഹസിക്കുകയായിരുന്നു. ഹലോ മിസ്റ്റർ ജൂനിയർ മമ്മൂട്ടി, എന്താ പതിവില്ലാതെ ഇവിടെ? ചുമ്മാ വെയില് കൊണ്ട് ഗ്ലാമർ പോക്കല്ലേ? നീ ചുടായിപ്പനല്ല, നല്ല ഒന്നാന്തരം ഉടായിപ്പനാണ്. പ്ലുങ്കന്റെ പ്രതിബിംബം അവൻ ഈ അരുവിയിൽ കണ്ടു. പാവങ്ങളെ പറ്റിച്ചും പരിഹസിച്ചും നിനക്കെന്ത് സുഖമാണ് കിട്ടുന്നത്? അങ്ങനെ ചോദിച്ചാൽ എന്തോ ഇവന്മാരെ പറ്റിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലടേ. ഇങ്ങനെ പോയാൽ നിന്റെ കുളിർമ പെട്ടെന്ന് അവസാനിക്കും. ഒന്ന് പോടേ, ഞാൻ എന്റെ ഇഷ്ടം പോലെ ജീവിക്കും. ഈ വനത്തിലെ മണ്ടൂസന്മാർക്ക് എന്റെ രോമത്തിൽ തൊടാൻ പറ്റില്ല. അന്യമൃഗങ്ങൾ ഇവിടേക്ക് വരാറുമില്ലല്ലോ. ഹായ്, ആശാന്റെ ഇഷ്ട ഭക്ഷണം. ഇതേതാ കാട്? നീ ഏതാ? സാധാരണ ഈ കാട്ടിൽ അന്യ വനവാസികൾ വരാറില്ല. ഞാൻ അടുത്ത ഗ്രാമത്തിലെയാ, വഴി തെറ്റി ഇതിലേ വന്നതാ. ആശാനെ, മനസ്സിലെന്തോ പൊട്ടി. എന്നെ ഒന്ന് സഹായിക്കോ? ചൂരനാട് ഗ്രാമത്തിലേക്കുള്ള വഴി കാണിച്ചു തരുമോ? നീ ഇവിടെ നിക്ക്, എന്റെ ആശാന് നിന്നെ സഹായിക്കാനാവും. ഇപ്പൊ കൂട്ടി വരാം. ആശാനേ,